ഞാൻ എന്നാലും ദേശീയവാദി മുസ്ലിം എന്ന് പറഞ്ഞാൽ ഞാനെന്തുകൊണ്ടാണ് ചിരിച്ചു? ഞാനത് അംഗീകാരമായി കരുതും. എന്തുകൊണ്ടാണ്? എൻ്റെ ഗ്രാൻഡ് ഫാദർ ദേശീയവാദി മുസ്ലിമായിരുന്നു. സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ഇന്ത്യയെ 13 മുസ്ലിങ്ങൾ പറഞ്ഞ് 2 കഷ്ണാക്കാണ്, 13 കഷ്ണാക്കണമെന്ന ആളുകളാണ് കമ്മ്യൂണിസ്റ്റുകാർ. അങ്ങനെ 13 കഷ്ണമായി കഴിഞ്ഞാൽ സൗത്ത് ഇന്ത്യയിൽ, കേരളത്തിലും തെലുങ്കാനയിലും കമ്മ്യൂണിസ്റ്റുകാർക്ക് സ്വാധീനമുണ്ട്. അപ്പോൾ സൗത്ത് ഇന്ത്യ ഭരിക്കാം, സൗത്ത് ഇന്ത്യൻ രാജ്യം ഭരിക്കാം. ആന്റണിക്കൊന്നും ഭരിക്കാൻ അറിയില്ല. ആന്റണി ഉദ്യോഗസ്ഥരെ വെച്ച് ഭരിക്കാൻ നോക്കി. ഒന്ന് ജോസഫ് എന്ന് പറഞ്ഞ DGP ഉണ്ടായി, പട്ടാളത്തിൽ നിന്ന് പറഞ്ഞത്. അയാളെ കയറി വിട്ടു. കോൺഗ്രസ്സുകാർ കടിയിട്ടുന്ന അവസ്ഥയായി പോലീസ് സ്റ്റേഷനിൽ. ശുദ്ധ മലയാളം പറയുന്ന ലീഗുകാരെ സംശയിക്കണം. ശുദ്ധ മലയാളം വരുന്ന മലബാറിൽ നിന്ന് വരുന്ന CPM വരെ സംശയിക്കണം. സംശയിച്ചേ പറ്റുള്ളൂ. കോൺഗ്രസ്സുകാരെ സംശയിക്കണം. നമസ്കാരം. ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. കേരള രാഷ്ട്രീയം വലിയ മാറ്റത്തിന്റെ പാതയിലാണ് എന്ന് നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി ചർച്ച ചെയ്തു വരികയാണ്. ഇവിടെ ഇപ്പോൾ UDFന്റെ സാധ്യതകളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴും അവിടെ ഉഴച്ചു കേൾക്കുന്ന ഒരു പേര് ലീഗിൻ്റെതാണ്, മുസ്ലിം ലീഗിൻ്റേത്. ലീഗിൻ്റെ സപ്പോർട്ട് അത് കോൺഗ്രസിന് പോലും അനിവാര്യമായ ഒരു സാഹചര്യം ഒരുക്കി തീർത്തിരിക്കുകയാണ് നിലവിലെ രാഷ്ട്രീയ പ്ലാറ്റ്ഫോം. ഈ പ്ലാറ്റ്ഫോമിൽ വളരെ മികച്ച റോൾ ലഭിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ലീഗിൻ്റെ സപ്പോർട്ട് അനിവാര്യം എന്നർത്ഥം. അടുത്ത മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന കാര്യത്തിലും ലീഗിന് വ്യക്തമായ സേ ഉണ്ടാകും. അപ്പോൾ ലീഗ് ഇത്രയും ശക്തമായൊരു വളർച്ച കൈവരിക്കുവാനുണ്ടായ സാഹചര്യം എന്തൊക്കെയാണ്? എന്തൊക്കെ കാരണങ്ങളാണ് അവർക്ക് അത്രയും വലിയൊരു വളർച്ച നൽകിയത്? കേരള രാഷ്ട്രീയത്തിൽ ലീഗിൻ്റെ ഭാവി എന്ത് പരിശോധിക്കാൻ നമുക്ക്. നമ്മോടൊപ്പം ചേരിക്കേണ്ട രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ഫക്രുദ്ദീൻ അലി. നമസ്കാരം. ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ശ്രീ ഫക്രുദ്ദീൻ അലി, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്നിട്ടുള്ളൊരു വാർത്ത, VD സതീശൻ മുഖ്യമന്ത്രിയാകണം അല്ലെങ്കിൽ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള പോസ്റ്ററുകൾ മലപ്പുറം ജില്ലയിൽ വ്യാപകമായി പ്രത്യക്ഷപ്പെട്ടു. നമുക്കറിയാം ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ ചർച്ച എന്തൊക്കെയാണ് എന്ന്, ആരാണ് മുഖ്യമന്ത്രി ആവണം എന്നുള്ളത് സംബന്ധിച്ച്. അപ്പോൾ ലീഗിൻ്റെ സപ്പോർട്ട് VD സതീശനാണ് എന്ന് പലരും വളരെ ഉറപ്പിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അത്രയും പവർഫുള്ളാണ് ലീഗ്. ലീഗിൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ കാര്യം പകുതി നേടിയെന്ന് വേണമെങ്കിൽ UDFിലെ നേതാക്കൾക്ക് പറയാം. ലീഗ് ഇത്രയും ശക്തമായ ഒരു സ്ഥാനം കേരള രാഷ്ട്രീയത്തിൽ നേടുന്നതിന് എന്തൊക്കെ കാരണങ്ങളാണ് ഉള്ളത്? അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പറയാം. STPI ഒരു 10 വർഷത്തിനിടയ്ക്ക് കേരളത്തിലെ മെയിൻ സ്ട്രീം പൊളിറ്റിക്കൽ പാർട്ടിയാവും. ഓക്കെ. ഇത് ഞാൻ പറയാൻ കാരണം ലീഗിൻ്റെ തുടക്കം STPI ആയിട്ടാണ്. STPI ആയിട്ടാണ് ലീഗ് തുടങ്ങുന്നത്. അതായത് ഇന്നത്തെ STPI എന്താണോ അതായിരുന്നു ലീഗ് തുടക്കത്തിൽ. അത്രയും തീവ്ര നിലപാടുണ്ടായിരുന്നു. അതിനപ്പുറത്തുള്ള STPI രാജ്യം വിഭജിക്കാൻ പറയുന്നില്ല. രാജ്യം വിഭജിക്കാൻ പറഞ്ഞ ടീംസാണ്. ഓക്കെ. STPI ഞാൻ പറയാൻ കാരണം ഇപ്പം ബാലം പറയുന്നു STPIയുടെ വോട്ട് വേണ്ടെന്ന് പറയുന്നതാണ്. ഈ നമാഷ് പറയും നമ്മൾ അവരെ ഉപദേശിച്ച് നന്നാക്കും. ലോകത്ത് ഇതുവരെയുള്ള ചരിത്രത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ ആരെ ഉപദേശിച്ച് നന്നാക്കാൻ നോക്കിയോ അവര് നന്നായില്ല, കമ്മ്യൂണിസ്റ്റുകാർ അങ്ങോട്ട് പോയിട്ടേ ഉള്ളൂ. സോവിയറ്റ് റഷ്യ, റീഗൻ ഉപദേശിച്ച് നന്നാക്കാൻ നോക്കിയാണ് അവസാനം സോവിയറ്റ് റഷ്യ ഇല്ലാതായി. ചൈന, ഡെങ് സിയാപിങ് അമേരിക്കനെ ഉപദേശം നന്നാക്കാൻ നോക്കിയാണ് അവസാനം ചൈന കമ്മ്യൂണിസ്റ്റ് അല്ല ക്യാപിറ്റലിസം ഉള്ളൂ. ക്യാപിറ്റലിസം അതിൻ്റെ വേസ്റ്റ് രൂപത്തിലാണ്. ക്യാപിറ്റലിസം പ്ലസ് ലിബറൽ ഡെമോക്രസി ഉണ്ടാകുമ്പോൾ അത് നന്നാവുള്ളൂ. ഇത് ഏകാധിപത്യം പ്ലസ് ക്യാപിറ്റലിസം ആണ് അവിടെ. അപ്പോൾ അതുകൊണ്ട് STPI ഈ ഇലക്ഷൻ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ STPI രണ്ട് STPI BJPനെ സഹായിക്കുന്നുണ്ട് ഈ ഇലക്ഷന്. അതായത് കാസർഗോഡ് അവർ മഞ്ചേശ്വരത്ത് ഒരു സ്ഥാനാർത്ഥിനെ നിർത്താൻ തീരുമാനിച്ചു. അവസാനം അത് അവരുടെ പണ്ടത്തെ ആധ്യാത്മിക നേതാക്കന്മാരായ ജമാഅത്തെ ഇസ്ലാമിയുടെ മീഡിയ വണ്ണിൻ്റെ ചർച്ചയായിട്ടായിരിക്കും അവരത് മാറ്റിയത്. പക്ഷേ അവർ സ്ഥാനാർത്ഥിയെ മാറ്റിയെന്ന് വിചാരിച്ചാൽ അവർ വോട്ട് ചെയ്യാതിരിക്കണമെന്നില്ല. കാരണം അവരെ സംബന്ധിച്ച് BJP ഗവൺമെൻറ്റിൻ്റെ ഒരു ഭീഷണി തലയ്ക്ക് മുകളിലുണ്ട്. ആ ഭീഷണി മറികടക്കണം. അമിത്ഷാനെയൊക്കെ സംബന്ധിച്ചിടത്തോളം വേറെ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ ഇനി അങ്ങോട്ട് അടങ്ങി ഒതുങ്ങി കഴിഞ്ഞാൽ മതി, പിന്നെ നമ്മളെ സഹായിക്കണം. ഇനി അങ്ങോട്ട് അടങ്ങി ഒതുങ്ങി കഴിയാൽ പിന്നെ നമ്മളെ സഹായിക്കണം. ഓക്കെ. ജയിലിൽ നിന്ന് വിടുമ്പോൾ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു വിട്ടിട്ടുണ്ടോ? അല്ലാതെ അവിടെ എന്തിനാണ് ഒരു സ്ഥാനാർത്ഥിനെ നിർത്തിയത്? ഈ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചതുകൊണ്ട് ഈ വോട്ടുകൾ പിന്നെ UDFന് കിട്ടുമെന്ന് എന്തെങ്കിലും ഉറപ്പുണ്ടോ? രാഷ്ട്രീയം അങ്ങനെയാണ്. നമ്മൾ ഈ കരുതുന്ന പോലെ ഇതൊക്കെ ഒരു പുറത്തുള്ള പറച്ചിന് മാത്രമേ ഉള്ളൂ. ഉള്ളിൽ കൂടെ നമുക്ക് വിജയം അതാണ്.
അപ്പോൾ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗ് ഞങ്ങളുടെ നാട്ടിലൊക്കെ കോൺഗ്രസ് ഉണ്ടായ സമയത്ത് മുസ്ലിങ്ങൾ കോൺഗ്രസിൻ്റെ ഭാഗമായിരുന്നില്ല. വളരെ ചുരുക്കം പേരുണ്ടായിരുന്നു, വിദ്യാഭ്യാസം കിട്ടിയ ആളുകളും ഓക്കെ. ഉണ്ടായിരുന്നുള്ളൂ. അതിൽ മൊയ്തു മൗലവി, അബ്ദുൾ റഹ്മാൻ സാഹിബ്, ഇവർ രണ്ടുപേരെ നേതാക്കന്മാർ. അബ്ദുൾ റഹ്മാൻ സാഹിബിൻ്റെയൊക്കെ ശിഷ്യനായിരുന്നു എൻ്റെ ഉമ്മയുടെ വാപ്പ. ഓക്കെ. ഇങ്ങനെ അപ്പോൾ ഇവരെയൊക്കെ തന്നെ അത് മുസ്ലിം കമ്മ്യൂണിറ്റി ഒറ്റപ്പെടുത്തിയതാണ്, ഹിന്ദുക്കളുടെ പാർട്ടിയുടെ കൂടെ നിൽക്കുന്നതാണ്. അന്ന് ധനാഢ്യരായ മുസ്ലിങ്ങൾ തലശ്ശേരി ചേർന്നുണ്ടാക്കിയ പാർട്ടിയാണ് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ്, അതായത് നമ്മളെ ജിന്നയുടെ പാർട്ടി. ഓക്കെ. ഈ ലീഗിന്റെ ചരിത്രം എഴുതുന്ന MC വടകര, അങ്ങനെ CM വടകര, അങ്ങനെ ഒരു കക്ഷിയുണ്ട്, പേര് എനിക്ക് അവർ കൺഫ്യൂസ്ഡ്. അങ്ങനെ ജിന്നേനെ പറ്റി പറയുന്നത് സിംഹം എന്നാണ്. ഇപ്പോൾ സാധനം കിട്ടിയതിനു ശേഷം സിംഹം എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ജിന്നയുടെ കൂടെ നിൽക്കി അങ്ങനെ ഇപ്പം മൊയ്തു മൗലവിന്റെ കഥയിൽ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം നാദാപുരത്തെ പള്ളിയിൽ നിസ്കരിക്കാൻ പോയപ്പോൾ അദ്ദേഹത്തെ സമ്മതിച്ചില്ല, തടഞ്ഞു വെച്ചവർ, അങ്ങനെ കോൺഗ്രസ് ആയതുകൊണ്ട്. അന്ന് ഇവരെ നേരിടാൻ വേണ്ടി ദേശീയവാദികളായ, ഇന്ത്യക്ക് വേണ്ടി നിൽക്കുന്ന മുസ്ലിങ്ങളാണ് ദേശീയവാദി മുസ്ലിങ്ങൾ. ഇപ്പം BJP-നെ സപ്പോർട്ട് ചെയ്യുന്നവരെ വിളിക്കുന്ന പേരുണ്ടല്ലോ, അത് ശരിക്കും ഇന്ത്യക്ക് വേണ്ടി നിന്ന മുസ്ലിങ്ങളെയാണ്. അപ്പോൾ അവരാണ് നിങ്ങൾ ദേശീയവാദി മുസ്ലിങ്ങളെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ പാകിസ്ഥാന് വേണ്ടി നിന്ന മുസ്ലിംസിന്റെ പിൻതലമുറക്കാരാണ് എന്നാണ്. ഞാൻ എന്നാലും ദേശീയവാദി മുസ്ലിം എന്ന് പറഞ്ഞാൽ ഞാനെന്തുകൊണ്ടാണ് ചിരിച്ചു, ഞാനത് അംഗീകാരമായി കരുതും. എന്തുകൊണ്ടാണ്? എൻ്റെ ഫാദർ ദേശീയവാദി മുസ്ലിമായിരുന്നു. അന്ന് നിങ്ങൾ പറയുന്ന മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ആളുകൾ അവരുടെ പിതാമഹന്മാരും പാകിസ്ഥാന് വേണ്ടി, പാകിസ്ഥാന്റെ ഒരു രൂപമായ മാപ്പിളസ്ഥാന് വേണ്ടി നിലകൊണ്ടവരാണ്. പക്ഷെ നമ്മൾ ഇന്ത്യൻ അന്നും ഇന്നും നമ്മുടെ നിലപാടാണ് ശരിയെന്ന് കാലം തെളിയിച്ചു. സോ ഐ ആം എ നാഷണലിസ്റ്റ് മുസ്ലിം. ഇഫ് യു ആർ ക്രിറ്റിസൈസിങ് മീ ഫോർ ദാറ്റ്, യു ആർ എ ട്രൈറ്റർ, യു ആർ എ പാകിസ്ഥാനി മുസ്ലിം. നമുക്കിത് പറയാനുള്ള തൻ്റെ ഇടം, നമ്മളൊന്നും ഈ ചരിത്രക്കാരൻ. പക്ഷേ ഞാൻ ആ ചരിത്രം അങ്ങനെ പറഞ്ഞാൽ ലീഗിനെ ബുദ്ധിമുട്ടിക്കാറില്ല. കാരണം ആർക്കും കമ്മ്യൂണിസ്റ്റുകാർക്ക് അവതാൻ പറ്റിയിട്ടുണ്ട്. ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ഇന്ത്യയെ 13 മുസ്ലിങ്ങൾ പറഞ്ഞ 2 കഷ്ണാക്കാണ്, 13 കഷ്ണാക്കണമെന്ന ആളുകൾ കമ്മ്യൂണിസ്റ്റുകാർ. അങ്ങനെ 13 കഷ്ണമായി കഴിഞ്ഞാൽ സൗത്ത് ഇന്ത്യയിൽ, കേരളത്തിലും തെലുങ്കാനയിലും കമ്മ്യൂണിസ്റ്റുകാർക്ക് സ്വാധീനമുണ്ട്. അപ്പോൾ സൗത്ത് ഇന്ത്യ ഭരിക്കാം, സൗത്ത് ഇന്ത്യൻ രാജ്യം ഭരിക്കാം എന്നുള്ളത് തന്നെ അവരുടെ ഒരു പ്രതീക്ഷ. നമ്മളെ ഭാഗ്യത്തിന് നടക്കാതെ പോയി. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുക, നമ്മൾ ഈ പറയുന്ന സോവിയറ്റ് റഷ്യൻ അവസ്ഥയിൽ പോവുകയായിരുന്നു. ദാരിദ്ര്യം, കഷ്ടപ്പാട്, അമേരിക്കയുടെ ബോംബിങ്, രക്ഷപ്പെട്ടു പോയതാണ്. അപ്പോൾ പക്ഷെ അവർ തിരുത്തി വന്നു. അതുപോലെ ലീഗ് ഈ പറഞ്ഞ സ്പ്ലിറ്റ് വന്ന സമയത്ത് ഇവരുടെ പ്രധാനപ്പെട്ട ഗായിദമില്ലത്ത് ഇസ്മായിൽ സാഹിബൊക്കെ ജിന്നേനെ പോയി കണ്ട് മലയാളി രക്ഷിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെയാണെന്ന് നിങ്ങൾ ഇവിടെ ഉള്ള ആളുകളെ തന്നെ നമുക്ക് നിർത്താൻ പറ്റുന്നില്ല. നിങ്ങളുടെ കാര്യം, നിങ്ങൾ അവിടെ പോയിട്ട് ആ രാജ്യത്തിനോട് നല്ല ദേശസ്നേഹമുള്ള പൗരന്മാരായി നിൽക്കും. അങ്ങനെ അവർ തിരിച്ച് മദ്രാസിലും യോഗം കൂടി. അങ്ങനെയാണെങ്കിൽ ഇന്ന് കാണുന്ന IUM ആവുന്നു. അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ, കേരളത്തിലൊരു സൗത്ത് കേരള മുസ്ലിംസിനെയും കൂടി വിളിച്ചിട്ട് കായംകുളത്തുനിന്നൊരു മീറ്റിംഗ് കൂടി. അന്ന് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിന്റെ കൂടെ പോയി 8-ന്റെ പണി കിട്ടിയോണ്ട് ഈ സൗത്തിലെ മുസ്ലിങ്ങൾ ലീഗിന്റെ കൂടെ വന്നില്ല. അപ്പൊ അവരെല്ലാം കൂടി സോഷ്യലിസ്റ്റ് പാർട്ടി, അങ്ങനെയാണ് ആ ഭാഗത്തൊക്കെ ഒരുപാട് സോഷ്യലിസ്റ്റ് മുസ്ലിങ്ങൾ ഉണ്ടായത്. ഓക്കെ. അങ്ങനെ അപ്പൊ മലബാറിൽ മാത്രമേ നമ്മുടെ ലീഗ്. അതുകൊണ്ട് നമ്മളെ ഈ ലീഗ് എന്ന സാധനം ഞങ്ങളവിടെ മലബാർ, ഈ സൗത്തിലെ ലീഗിൽ അവർക്ക് വലിയ വിശ്വാസമില്ല. ഇപ്പം എനിക്ക് ഉണ്ടെന്ന് അറിയില്ല, പണ്ടൊരു വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ PDP STP ഒക്കെ വളരുന്നത്. ഇവർ വിശ്വസിക്കാൻ കൊള്ളില്ലെന്നാണ് അവർ. അത് സൗത്ത് ആയതുകൊണ്ടല്ല, ഇവരുടെ സ്വഭാവം അതുകൊണ്ട്. അവരത് നിർണായ ഘട്ടത്തിൽ ഇവർ പേടിച്ച് ഓടിക്കളഞ്ഞു. അവരങ്ങനെ തന്നെ. ലീഗിന്റെ എല്ലാ കാലത്തെയും ശക്തി എന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാരുടെ കാലം തൊട്ടേ അവരുടെ വോട്ട് ബാങ്ക് ഇൻടാക്റ്റ് ആണ്. ഒപ്പം നിൽക്കും. അത് അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി, ആ മതത്തിന്റെ പേരിൽ ബൗണ്ട് ചെയ്ത ഒരു കമ്മ്യൂണിറ്റിയും, അത് നബി പരമ്പരയിൽ നിന്ന് വരുന്ന ഒരു ഫാമിലി അതിനെ നയിക്കുന്നു എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഗുണം. അപ്പൊ അതിന്റെ പുറത്താണ് അത് നിൽക്കുന്നത്. അപ്പൊ അവർക്ക് ഈ പറഞ്ഞ വലിയ പ്രത്യയശാസ്ത്രം അങ്ങനെ നിൽക്കും. IUM ആയതിനു ശേഷം ഇന്ത്യയുടെ ഭാഗം. അപ്പം ഇന്ത്യയുടെ ഭാഗമായപ്പം ഇന്ത്യക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തീരുമാനിച്ച അവരുടെ നിലപാട് പണ്ട് എൻ്റെ വല്യാപ്പൊക്കെ ഉണ്ടായിരുന്ന മജ്ലിസ് കോൺഗ്രസ് പാർട്ടി ഉണ്ട്. അവരുടെ നിലപാട് വരാൻ കെടുത്തു, ദേശീയവാദി നിലപാട്. അപ്പം എൻ്റെ വല്യാപ്പോൾ ആളുകൾ പിന്നെ മജ്ലിസ് പാർട്ടി വിരിച്ചിട്ട് കോൺഗ്രസ് തന്നെ ആയി. പിന്നെ അതിൻ്റെ ആവശ്യമില്ലല്ലോ, ഇവരെ എടുത്തിട്ടുണ്ട്. അതിന് ആദ്യകാലത്ത് എല്ലാവർക്കും ഇവരെ തൊട്ടുകൂടാ. അന്നും കമ്മ്യൂണിസ്റ്റുകാരാണ് ഇവരെ കൂടെ കൂട്ടുക. കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച് എങ്ങനെ അധികാരം കിട്ടിയാൽ മതി, ഒന്നും കത്ത് നേവ് സമ്മതിക്കില്ലായിരുന്നു. അവസാനം ലീഗുകാർ കാൽക്കുലേറ്റ് ചെയ്തു, ഈ മദ്രാസ് പ്രൊവിൻസിൽ ആരധികാരത്തിൽ വരുന്നത് ലീഗിന് തീരുമാനിക്കാൻ പറ്റില്ല. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരും സോഷ്യലിസ്റ്റുകാർ ഇവരെ കാല് പിടിച്ചാൽ നോക്കി. അപ്പോൾ ലീഗ് നോക്കുമ്പോൾ കോൺഗ്രസ് ആണ് രാജ്യം ഭരിക്കുന്നത്, കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്തിട്ടേ കാര്യമുള്ളൂ. അങ്ങനെ കോൺഗ്രസിന് ദൈവവിശ്വാസത്തിനെതിരല്ല, ഇവന്മാർ ദൈവവിശ്വാസത്തിനെതിരാ. അങ്ങനെ അവർ നിരുപാധികമായിട്ട് ആരെ സപ്പോർട്ട് ചെയ്തു? കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്തു. അത് കഴിഞ്ഞ് കുട്ടിമാളും കോൺഗ്രസിന്റെ കേരള PCC പ്രസിഡന്റ് ആയ സമയത്താണ് തോന്നുന്നു
ഇവർ കോൺഗ്രസിനെ പുറത്തുനിന്ന് കേരളത്തെ സപ്പോർട്ട് ചെയ്തു. ആ സമയത്താണ് ചത്ത കുതിര എന്ന് മുമ്പ് വിളിച്ചിരുന്ന കോൺഗ്രസിനെ അല്ല ലീഗിനെ നെഹ്റു ദേശസ്നേഹികളുടെ സംഘടന എന്ന് മാറ്റി വിളിക്കും. അതെ, അതുവരെ പാകിസ്ഥാന് വേണ്ടി പറയുന്ന നമ്മുടെ മുനീറിന്റെ വാപ്പയൊക്കെ അതോടുകൂടിയിട്ട് ഭയങ്കര ദേശീയവാദികളായി. മൂപ്പർക്ക് ഇപ്പോഴത്തെ ലീഗുകാർക്കും ഒന്നില്ലാത്തൊരു ഗുണമുണ്ടായി. മൂപ്പർക്ക് ഈ ഇതിഹാസങ്ങളും പുരാണങ്ങളും നന്നായിട്ട് അറിയാം. എങ്ങനെ അത്തോളി ഞങ്ങളെ നാട്ടുകാരനാണ്. എനിക്കൊന്ന് അവിടെ എന്തോ ട്രഡീഷൻ. അപ്പം എൻ്റെ എല്ലാപ്പൊക്കെ ഈ പറയുന്ന സൂഫി ആയതുകൊണ്ടായിരിക്കും എനിക്കറിയാം ഇതിഹാസങ്ങളും പുരാണങ്ങളും നമുക്കറിയാം. അതുപോലെ ഇയാൾക്കറിയായിരുന്നു. ഇയാളെ പണ്ടത്തെ പ്രസംഗം മൊത്തം എടുത്തു നോക്കിയത് മൊത്തം രാമായണം മഹാഭാരതമാണ്. അയാൾ ഇസ്ലാമിക സ്ഥാനത്ത് നിന്നല്ല കഥ എടുക്കുക, അയാൾ മൊത്തം അവിടെ നിന്ന് എടുക്കുക. അപ്പം പിന്നെ മൂപ്പര അങ്ങോട്ട് ഇതായി. അപ്പം ഒരാൾക്ക് മാനസാന്തരം വന്നാൽ പിന്നെ നമ്മൾ അയാളെ മാറ്റി നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം IUML ആയതിനു ശേഷം അവരെടുത്ത നിലപാട് ആദ്യത്തെ ലീഡേഴ്സ് എന്ന് വെച്ചാൽ ഈ മടുത്ത കുടുംബങ്ങളിൽ നിന്ന് വന്ന തങ്ങന്മാരും ഇവരൊക്കെ ആയിരുന്നു. അവർക്കൊന്നും മന്ത്രി എംഎൽഎ ആകാൻ താല്പര്യമില്ല. ഓടിപ്പിടിച്ചാണ് ഓരോരുത്തരെ വാഫി തങ്ങളൊക്കെ മന്ത്രിയാക്കിയത്, CH-നൊക്കെ. അങ്ങനെ കരുണാകരനെ UDF ഉണ്ടാക്കിയപ്പം അതിൽ ലീഗ് നിർണായകമായ പങ്കുവച്ചു. അതുപോലെ അച്യുതമേനോനെ മുഖ്യമന്ത്രിയാക്കുന്ന ലീഗ് നിർണായക പങ്കുവച്ചു. EMS കൂടെ മന്ത്രിസഭയിലുണ്ടായിട്ട് മലപ്പുറം ജില്ല മേടിച്ചു. അപ്പോൾ ലീഗിന് മുന്നിൽ അതിനുശേഷം എത്ര പ്രാക്ടിക്കലായി എന്ന് മനസ്സിലാക്കണമെങ്കിൽ EMS സപ്തകക്ഷി ഗവൺമെന്റ് അന്ന സമയം EMS ചോദ്യം വെച്ചു തങ്ങളെ മുന്നിൽ, വേണമെങ്കിൽ നമ്മൾ മദ്യം നിരോധിച്ചു തരാം, നിങ്ങൾക്ക് സന്തോഷമാവുമല്ലോ, അല്ല മലപ്പുറം ജില്ല തരാം, എന്ത് വേണം, മലപ്പുറം ജില്ല മതി. അപ്പോൾ മലപ്പുറം ജില്ല എന്നുള്ളതല്ല, അന്ന് മുസ്ലിം സമുദായം വളരെ അവരുടെ രണ്ട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒന്ന് വിദ്യാഭ്യാസമാണ് പിന്നിലെ, ആരെയും കുറ്റം പറഞ്ഞൊരു കാര്യമൊന്നുമല്ല, ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ആധുനിക വിദ്യാഭ്യാസം സാത്താൻ്റെ വിദ്യാഭ്യാസമാണ്, നമ്മൾ പഠിക്കേണ്ടതെന്ന് മാറ്റി നിർത്തിക്കൊണ്ടാണ്. ഓക്കെ, ക്രിസ്ത്യാനികളും നായന്മാരും ഇഴവർ ആദ്യം തന്നെ പോയി പഠിച്ച്, അപ്പോൾ അവർ 2 ജനറേഷൻ മുന്നിലാണ്. പിന്നെ അവർ നോക്കുമ്പോൾ സായിപ്പ് പോയപ്പോൾ എല്ലാ സ്ഥലത്തും നായന്മാരും ഈഴവരും ക്രിസ്ത്യാനികളും കയറി. നായന്മാർ കയറി നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. അന്നത്തെ സാഹചര്യത്തിൽ ചില സ്ഥലത്തൊക്കെ ഈഴവൻ കയറിയുന്ന നമുക്ക് പ്രശ്നമാണ്. ക്രിസ്ത്യാനികളും നമ്മൾ തമ്മിൽ അത്ര വലിയ രസമല്ല. നായരും നമ്മൾ മലബാറിലൊരു കോമ്പിനേഷൻ ഒക്കെ അറിയാം. നായരും മുസ്ലിം ഭയങ്കര കോമ്പിനേഷനാണ്. അതവിടുത്തെ കലാപം ഉണ്ടാകുന്ന വെച്ചാൽ അവിടെ തീയന്മാരും മുസ്ലിം ലീഗുകാരായിട്ട് കലാപം ഉണ്ടാവുക. തീയന്മാർ CPM ആയിരിക്കും, മുസ്ലിം ലീഗ് മറ്റൊരു മുസ്ലിം CPM കോൺഗ്രസ് ആയിരിക്കും, അല്ല ലീഗും ആയിരിക്കും. ഇതിലവസാനം അടി തീർക്കാരറിയോ നായന്മാരാണോ നമ്പ്യാന്മാർ, അവർ CPI-കാരെ കോൺഗ്രസ്സുകാരായിരിക്കും. അവസാനം അവരാണ് കോംപ്രമൈസ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയാണ് ലീഗ് ഈ പറയുന്ന. പിന്നെയാണ് നല്ല റോഡുകളില്ല മുസ്ലിം മേഖലകളിലൊന്നും. പൊതുമരാമത്ത്, പഞ്ചായത്ത് വകുപ്പ്, പിന്നെ ഈ പറഞ്ഞിട്ടുള്ള ഏതാണ് വിദ്യാഭ്യാസം, ഇതവർ ഏറ്റെടുത്തു. ഇത് ഏറ്റെടുത്തിട്ട് ഒരുപാട് സ്കൂളുകളും കാര്യങ്ങളും. അപ്പം വിദ്യാഭ്യാസം ഇപ്പം കൊണ്ടുവന്നു. അങ്ങനെ കാര്യങ്ങൾ സെറ്റായി വരുമ്പോഴാണ് ഗൾഫ് ബൂം വരുന്നത്. അതുകൊണ്ട് ലീഗിന്റെ സംവിധാനം ഉപയോഗിച്ച് ഒരുപാട് ആളുകളെ കയറ്റി വിട്ടു, അവർ പ്രൊട്ടക്ഷൻ കൊടുത്തു. അങ്ങനെ വളരെ പിന്നോക്കം നിന്ന മലപ്പുറം VS-നെ കൊണ്ട് അവസാനം മലപ്പുറത്തെ പിള്ളേർ എക്സാം ജയിക്കുന്ന കോപ്പി അടിച്ചിട്ടാണ് പറയുന്നത്. താരപ്പോയിരിക്കുന്ന VS-ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാൻ മനസ്സിലാക്കാൻ ഈ മലബാർ മേഖലയിലാണ് ജാതി രാഷ്ട്രീയ മത പരിഗണനയൊന്നുമില്ലാതെ ഏറ്റവും ഫെയർ ആയിട്ട് കാര്യങ്ങൾ നടക്കുന്ന ഏരിയ. നിങ്ങളൊക്കെ തന്നെ പഠിപ്പിച്ച അധ്യാപകൻ, നമ്മളെ ഏറ്റവും ഫേവറേറ്റ് അധ്യാപകൻ, രാഷ്ട്രീയമോ മതമോ ഒന്നും നോക്കിയിട്ടല്ല അദ്ദേഹം മൂല്യനിർണ്ണയം നടത്തുക, അല്ലെങ്കിൽ പ്രൊമോഷൻ കൊടുക്കുക. കാരണം അങ്ങനെ ഒരു ബ്രിട്ടീഷ് സിസ്റ്റം ഉണ്ട് അവിടെ. സൗത്തിലോട്ട് വരുമ്പോൾ അത്രയല്ല, ഞമ്മൻ്റെ ആളെന്നുള്ള ഫീൽ എല്ലാ ജാതിക്കാർക്കും ഉണ്ട്. മലബാറിൽ അങ്ങനെ ഒരു ഗുണമുണ്ട്. ഇപ്പം അതുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇപ്പം ഒരുപാട് കാര്യങ്ങൾ ന്യൂ ജനറേഷൻ കേൾക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സംഭവം ഉണ്ട്. എനിക്കുള്ളൊരു പ്രോബ്ലം അത്. ഞാനിപ്പോൾ എൻ്റെ മുന്നിൽ ഒരാൾ വന്നാൽ അതിൽ ഏത് മതമെന്ന് ഞാൻ നോക്കി ജാതി ഞാൻ അന്വേഷിച്ചറിയാം. അത് എൻ്റെ ഒരു ജനറ്റിക്കൽ സ്റ്റഡീസിൻ്റെ ഭാഗമായിട്ട്. പക്ഷേ ഞാനൊരിക്കലും ജാതിൻ്റെ മതത്തിൻ്റെ പുറത്ത് ഞാൻ ആളുകളെ വെറുക്കുകയോ സ്നേഹിക്കുകയോ ചെയ്യാറുണ്ട്. അതിന് കാരണം ആ മലബാറിലെ ഒരു ട്രഡീഷനാണ്. അപ്പം ഈ വിദ്യാഭ്യാസം VS-ന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ VS-ന് അന്ന് ഇത് മനസ്സിലായിട്ടില്ല. VS ആലപ്പുഴക്കാരൻ ഏഴുവനാണ്. അപ്പം പെട്ടെന്ന് മലബാറിൽ പിന്നോക്കം നിൽക്കുന്ന ആ പിള്ളേർ ഭക്ഷണമൊക്കെ കഴിച്ചു വരുന്നു. അപ്പം കോപ്പി അടിക്കാൻ മൂപ്പര് ആരോ പറഞ്ഞു കൊടുത്ത്. മലബാറിൽ അങ്ങനെ ഇല്ല, കോപ്പിയുടെ കൃത്യമായി പിടിച്ചിരിക്കും. ടീച്ചേഴ്സ് വളരെ ഫെയർ ആണ്. പിന്നെ ആകെപ്പാട് ഞാൻ അവിടെ കണ്ടിട്ടുള്ള പ്രശ്നം, ഞാനൊക്കെ പഠിക്കുമ്പോൾ ഈ കമ്മ്യൂണിസ്റ്റുകാരായ അധ്യാപകർ, എൻ്റെ വാപ്പയെ കോൺഗ്രസ് ആയതുകൊണ്ട് എന്നെ അവഗണിക്കായിരുന്നു. UP സ്കൂളൊക്കെ പഠിക്കുമ്പോൾ എന്നെ കലാപരിപാടിക്ക് കൊണ്ടുപോയില്ല. കായിക ഞാൻ ഒന്നാമത് ഓട്ടത്തിന് എത്തിക്കഴിഞ്ഞാൽ എന്നെ അടുത്ത കൊണ്ടുപോയില്ല, അടുത്ത വേറെ ഒന്ന് ഓടിച്ച് എന്നെ തോൽപ്പിക്കുക. അപ്പോൾ നമ്മുടെ കോൺഫിഡൻസ് പോകുമല്ലോ. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതുണ്ട്. അങ്ങനെ വൃത്തിയിട്ടൊരു കമ്മ്യൂണിസ്റ്റ് കളി അവിടെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വന്നു വെച്ചാൽ അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഗൾഫ് പോകുമ്പോൾ വന്നപ്പം ഈ സമുദായത്തെ ഗൈഡ് ചെയ്യാൻ ലീഗിന് പറ്റി. പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കി. അപ്പോൾ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് പറയുന്നത് മുസ്ലിങ്ങൾ പിന്നിലാവാൻ കാരണം എന്ന് വെച്ചാൽ മുസ്ലിംസിൻ്റെ കേന്ദ്രങ്ങൾ അധികാര കേന്ദ്രത്തെ വളരെ അകലെയാണ്, കണക്ടിവിറ്റി ഇല്ല. കേരളത്തിൽ കണക്ടിവിറ്റി ഉണ്ടാക്കി ലീഗ് അന്നേ അങ്ങനെ ചെയ്തു പോയത്. അങ്ങനെ നിൽക്കുമ്പോഴാണ് ലീഡർ ഈ ഇതുണ്ടാക്കിയ സമയത്ത് UDF ഉണ്ടാക്കിയപ്പോൾ അതിൽ ലീഡറാണ് മുൻകൈ എടുത്തത്.
അപ്പോൾ ആദ്യത്തെ CH അങ്ങനെയുള്ള ആളുകളൊക്കെ ലീഡറായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോയി. അത് കഴിഞ്ഞ് കുഞ്ഞാലി സാഹിബ് വന്ന സമയത്ത് അത് അടുത്ത ജനറേഷൻ വന്നു. ലീഡറിനോട് അവർക്ക് നോ പറയാൻ പറ്റില്ല. അപ്പം എന്ത് ചെയ്യണം? അവർ വിചാരിച്ച പോലെ കാര്യങ്ങൾ നീങ്ങണേ ലീഡറിനെ മാറ്റണം. അങ്ങനെ ഉമ്മൻചാണ്ടി കുഞ്ഞാലിക്കുട്ടി സാഹിബ് എഞ്ചിനീയർ ചെയ്ത് കൊണ്ടുവന്ന കോൺഗ്രസിലെ ലീഡർഷിപ്പാണ് ഉമ്മൻചാണ്ടി സാറിന്റെ ലീഡർഷിപ്പ്. അങ്ങനെ ആ ഒരു ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് ലീഡർക്ക് മാറേണ്ടി വന്നത് അല്ലേ? ലീഡർ എല്ലാം ഒന്നും സമ്മതിച്ചു കൊടുക്കില്ല. ലീഡറിനോട് നോ പറയാനുള്ള ശേഷി ഇവർക്കില്ല. അത് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ആ സമയത്ത് മൊത്തം പാർട്ടിയെ കൺട്രോൾ ചെയ്തിരുന്നു. ഉമ്മൻചാണ്ടി സാറിനാണ് ആ പാർട്ടി പിടിക്കണം. അപ്പൊ അന്ന് ഉമ്മൻചാണ്ടി സാറും കുഞ്ഞാലിക്കുട്ടി സാഹിബും കൂടിയാണ് ഈ പരിപാടി തുടങ്ങിയത്. പക്ഷെ ഉമ്മൻചാണ്ടി സാറിന് വോയിസ് ഇല്ല. കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് കാര്യങ്ങൾ തീരുമാനിച്ചുകൊണ്ടിരുന്നത്. അന്ന് ആ സമയം തൊട്ടാണ് ഈ ബാബറി മസ്ജിദ് തകർന്ന് മുസ്ലിംസിന്റെ ഇടയിൽ കുറച്ച് തീവ്രവാദ സംഘടന തലപൊക്കുകയും ചെയ്യുന്നത്. അപ്പൊ അന്ന് ഇഷ്ടംപോലെ ഈ കള്ളക്കടത്ത് അന്നത്തെ സിനിമകളൊക്കെ എടുത്ത് സ്ഫോടക വസ്തു കള്ളക്കടത്തൊക്കെ വലിയ വിഷയം വന്ന സമയത്താണ്. ലീഡറുടെ അടുത്ത് ഇത്തരം കാര്യങ്ങളാണ് ലീഡർ അത് കോംപ്രമൈസ് ചെയ്യില്ല. പിന്നെ ഇത്തരം കാര്യങ്ങളുടെ ശക്തമായ നടപടി ലീഗ് പ്രസ്ഥാനം നടത്തുന്നില്ല. ശക്തമായ നടപടികളിലേക്ക് ഒരു വഴുതി വിട്ടു പോയി കഴിഞ്ഞാൽ ഈ PDP ഒക്കെ അവസാനം ലീഗിന്റെ സ്ഥാനത്തേക്ക് അവർ വരും. സ്വന്തം സമുദായം ഇവർക്ക് താല്പര്യം സമുദായത്തെ ഒറ്റ കൊടുത്തുന്നോ. ആ സമയത്താണ് പൂന്തത വെടിവെപ്പൊക്കെ ഉണ്ടാവുന്നത്. ഓർത്താൽ മതി. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ പറയുന്ന ഒന്ന് കെ എം മാണി സാറിന് കണ്ണാനോട് നോ പറയാൻ പറ്റില്ല, സീനിയറോ. അപ്പൊ ഉമ്മൻചാണ്ടി സാറിന് ഇവര് കൊണ്ടുവരുമായിരുന്നു. ആന്റണീനെ അവിടെ ഉണ്ട്, അതേ പ്രത്യേക കാര്യമൊന്നുമില്ലല്ലോ. പക്ഷെ ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് പറഞ്ഞൊരു പ്രസ്താവനയാണ് അദ്ദേഹത്തിന് സ്ഥാനം നഷ്ടപ്പെടാൻ കാരണമായത്. ആന്റണിക്കൊന്നും ഭരിക്കാൻ അറിയില്ല. ആന്റണി ഉദ്യോഗസ്ഥരെ വെച്ച് ഭരിക്കാൻ നോക്കി. ഒന്ന് ജോസഫ് എന്ന് പറഞ്ഞ DGP ഉണ്ടായി പട്ടാളത്ത് നിന്ന് പറഞ്ഞത്. അയാളെ കയറി വിട്ടു. കോൺഗ്രസ് കടിയിട്ടുന്ന അവസ്ഥയായി പോലീസ് സ്റ്റേഷനിൽ. അങ്ങനെ മാത്രമല്ല ഇയാൾ ഗുഡ് ഫോർ നത്തിങ് ആണെന്ന് പിന്നെ ഇയാൾക്ക് കുഞ്ഞാലിക്കുട്ടി സാഹിബിന് മനസ്സിലാവുകയും ചെയ്തു. അങ്ങനെ ഈ ആന്റണി അന്ന് ഇതിന്റെ പ്രഷറിലൊക്കെ നിൽക്കുകയാണ്. ആ സമയത്താണ് അങ്ങനെ സഹിട്ടിന് മറ്റേ പ്രസ്ഥാനം നടത്തിയത്. ആന്റണി ഒന്നും കാണാതെ പ്രസ്താവന നടത്തുകയെല്ലാം മനസ്സിലായി. ഇപ്പോഴും BJP-ക്കാരുടെ ഉള്ളിൽ ആന്റണിയോട് സോഫ്റ്റ് കോർണർ ഉണ്ട്. ആ പ്രസ്താവന ഉണ്ട്. മോനെ വെറുതെ എല്ലാം അങ്ങോട്ട് വിട്ടത്. ആന്റണിയെ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അതാണ് ആന്റണി. അപ്പൊ ഉമ്മൻചാണ്ടി സാർ വന്നപ്പോൾ പിന്നെ ഭരണം ലീഗിന്റെ കയ്യിലായി. അവിടുന്ന് അങ്ങോട്ടാണ് ലീഗിനെ സത്യത്തിൽ കേരളത്തെ പൊതുസമൂഹം വെറുക്കാനും ഭയക്കാനും തുടങ്ങിയത്. ലീഗ് എല്ലാം കൈയാളുന്നു, എല്ലാം കൈയടക്കുന്നു എന്നൊരു ഫീൽ. ആ സമയം കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പറ്റി മറ്റേ ഐസ്ക്രീം പാർലർ വിവാദം വന്നു. അപ്പോൾ ആ വിവാദം അത് വന്ന സമയത്ത് ലീഗുകാർ തനി ഓൾ ഇന്ത്യ ലീഗായി. കോഴിക്കോട് എയർപോർട്ട് കൈയടക്കുന്നു, അതിന്റെ മുകളിൽ അവരുടെ പതാക കെട്ടുന്നു. യുവമാരിക്കിന്റെ ഭവിഷ്യത്ത് അറിഞ്ഞുകൊണ്ടാണ്. അത് മനോരമ മാതൃഭൂമിയും കത്തി, പ്രത്യേകിച്ച് മനോരമ നമ്മളെ കൂടെ ഉള്ളിൽ കൂടെ പണിയും തരും. ആ സമയത്ത് എല്ലാം തന്നെ ലീഡർ ഡൗൺ ആവുകയും പിന്നെ ഈ കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഒരു നെഗറ്റീവ് പേടിപ്പിക്കുന്ന ഇമേജിലേക്ക് ലീഗ് വന്നു. പിന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ ഈ ആവശ്യം വന്നതോടുകൂടി ഇവർ മൊത്തം ശരിയില്ല ഉള്ളൊരു തോന്നൽ വന്നു. അങ്ങനെ ആ സമയം തൊട്ടാണ് ഈ കേരളത്തിൽ ലീഗ് വിരുദ്ധത വരുന്നത്. അങ്ങനെ ലീഗ് വിരുദ്ധത വന്ന സമയത്ത് അതിന്റെ പാരമ്യത്തിലെത്തുന്ന 5-ാം മന്ത്രിസ്ഥാനം ചോദിച്ചപ്പോൾ അതോടുകൂടി ഇവിടുത്തെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അകലുന്നു, നായർ ഈഴവ ഐക്യം വരുന്നു. ഒക്കെ CPM-ന് ഇൻഡയറക്റ്റ്ലി ഗുണം ചെയ്തു. അതേസമയത്ത് ആ സമയത്തെ ലീഗിലെ ലീഡർഷിപ്പ് CPM-ആയിട്ട് നല്ല ബന്ധം. അത് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇപ്പോഴും നിഷേധിക്കില്ലല്ലോ. എന്നാൽ ഞാനും പിണറായിയൊക്കെ പണ്ട് കണ്ണൂർ ഒരുമിച്ച് ഉണ്ടായിരുന്നവരാണ് പഠിക്കുന്ന സമയത്ത്. അപ്പം അതിനുള്ള സൗഹൃദം വളരെ ഇമ്പോർട്ടൻ്റ്. ലീഗർക്ക് സൗഹൃദം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് സത്യമാണ്. ആ സമയത്ത് പിന്നെ ലീഗിന്റെ ഏറ്റവും വലിയൊരു കോൺട്രിബ്യൂഷൻ എന്ന് വെച്ചാൽ ഈ മുസ്ലിംസിന്റെ വളർച്ചയ്ക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവിടെയുള്ള മറ്റു സമുദായങ്ങൾ, ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ അടുത്ത് ഞാൻ പോയാൽ കിട്ടുന്ന ഒരു പരിഗണനയെക്കാട്ടും കൂടുതൽ ലിയോ പോയാൽ കിട്ടും. മറ്റു സമുദായക്കാർ അവർക്ക് വലിയ പരിഗണനയാണ്. അങ്ങനെ വർഗീയൊന്നല്ല അവർ ആ സമയത്ത്. അന്ന് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ, അന്ന് നല്ല തങ്കപ്പെട്ട ജമ്മായിരുന്നു, തങ്കപ്പെട്ട മനുഷ്യനായിരുന്നു. അദ്ദേഹമായിരുന്നു നേതാവ്. അദ്ദേഹമാണ് ഒറ്റയടിക്ക് മലബാറിൽ ഒരു പക്ഷേ ഹിന്ദുക്കൾക്ക് കലാപം ഉണ്ടാവുകയായിരുന്നു ബാബറി മസ്ജിദായിട്ട്. അദ്ദേഹമാണ് തടഞ്ഞത്. ശരിയാണ്. അത് കഴിഞ്ഞ് വന്ന രണ്ടാമത്തെ തങ്ങൾ കുറച്ചൊരു മുജാഹിദ് സ്വഭാവമുള്ള ആളാണ്, ഇസ്ലാമിസ്റ്റ്. അയാളാണ് 5-ാം മന്ത്രി വന്നത്. അയാളുടെ പേര് എതിരാളി തൊട്ടുമുള്ള തങ്ങള്. അതിന് സാദിഖ് അലി വന്നു. സാദിഖ് അലിക്ക് ഒരു അബദ്ധം പറ്റിയത് സാദിഖ് അലി വെറുതെ ക്രിസ്ത്യാനികളെ ഉറപ്പിക്കാൻ വേണ്ടി ആദിയ സോഫിയുടെ വിഷയത്തിലൊക്കെ ഒരു നിലപാടെടുത്തു, തീവ്ര ഇസ്ലാമിസ്റ്റ് നിലപാടെടുത്തു. ഇപ്പം മുപ്പര് മാറി. മുപ്പര് വന്ന് സൗദി അറേബ്യ ഇന്ത്യയിൽ യുദ്ധം ഉണ്ടെങ്കിൽ ഞാൻ ഇന്ത്യയുടെ കൂടെ നിൽക്കും. അതാണ് നിലപാട്, അതായിരിക്കണം നിലപാട്. അത്രയും നമുക്കുള്ളൂ. മാത്രമല്ല ഇത്തവണ അവർ സ്ഥാനാർത്ഥികളെ നിർത്തിയപ്പം സ്ത്രീകൾക്ക് പരിഗണന കൊടുത്തു എന്നതിലുപരിയായിട്ട് ഒരു ഹിന്ദു സ്ത്രീയെ അവർ മത്സരിപ്പിച്ചു. അതൊരു വലിയ കാര്യമുണ്ട്. പിന്നെ തഹ്ലിയ, അതായത് ഈ ന്യൂ ജനറേഷൻ പെട്ട ആളെയാ.
പക്ഷെ എനിക്ക് ഈ ശുദ്ധ മലയാളം സംസാരിക്കുന്ന മുസ്ലിങ്ങളെ ഭയങ്കര സംശയമാണ്. അതെൻ്റെ ഒരു കുഴപ്പമായിരിക്കും. കാരണം അവർക്കെല്ലാം ഒരു ജമാഅത്തെ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ഇൻഫ്ലുവൻസ് ഉണ്ടാകുന്ന എനിക്കിത് തോന്നലുണ്ട്. അത് പലപ്പോഴും ശരിയുമാണ്. ഞങ്ങൾ മുസ്ലിങ്ങൾ ശുദ്ധ മലയാളം സംസാരിക്കാറില്ല മലബാറിൽ. അങ്ങനെ ഞങ്ങൾ ആരെ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആ ഇത് കിട്ടിയിരിക്കുന്നത് ഈ ജമാഅത്ത് മുജാഹിദ് ലൈനിന്നാണ്. ഓക്കെ. അപ്പം ഏതായാലും അതൊരു പോസിറ്റീവായിട്ടുള്ള നീക്കമാണ്. അത് തങ്ങളെ നീക്കമാണ്. അത് കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ മണ്ഡലം മാറ്റുന്നു, ഷാജിക്ക് വേറെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ മണ്ഡലം. അപ്പം തങ്ങൾ പിടിമുറുക്കി. അത് ഇപ്പോഴത്തെ തങ്ങളുടെ ഒരു നിലപാട് മാത്രമല്ല, തങ്ങൾ സത്യത്തിൽ കൺട്രോൾ ചെയ്യാനാണെങ്കിൽ രമേശ് ചെന്നിത്തലയാണ് കൺട്രോൾ ചെയ്യാൻ എളുപ്പം. സതീശനെ കൺട്രോൾ ചെയ്യാൻ പാടാം. രമേശ് കോംപ്രമൈസ് ഒക്കെ ചെയ്തവർ. സതീശനെ തങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ലീഗ് സപ്പോർട്ട് ചെയ്യാൻ നല്ല ചിഹ്നമാണ്. ലീഗ് റിയലൈസ് ചെയ്തിരിക്കുന്നു എന്തുകൊണ്ട് ഞങ്ങൾ വെറുക്കപ്പെട്ടു. ഞങ്ങൾ ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ ഇവരുടെ ഒന്നും വർത്താനം കേട്ട അതിനനുസരിച്ച് തുള്ളരുത് എന്ന് ലീഗ് റിയലൈസ് ചെയ്തിരിക്കുന്നു. എന്താണ് നമ്മുടെ കേരളത്തിലെ സ്ഥാനം, എന്തുകൊണ്ടാണ് നമുക്ക് മുന്നോട്ട് വരാൻ. അധികാരം വലിയൊരു ഫാക്ടറാണ്, പൈസ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. അതിന് കേരളത്തിലെ ക്രിസ്ത്യാനികളും നായന്മാരും മുസ്ലിംസിന്റെ ഒരു ബന്ധം എന്ന് വെച്ചാൽ ക്രിസ്ത്യാനികളും നായന്മാരാണ്. UDF സംവാദമാണല്ലോ. ഈഴവരുമായിട്ട് പണ്ടേ നമുക്ക് ചില പ്രശ്നങ്ങളുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈഴവരും കച്ചവടക്കാരാണ്, നമ്മളും കച്ചവടക്കാരാണ്. നായർ കർഷകനാണ്, പിന്നെ പട്ടാളക്കാരനും ജന്മിയാണ്. അപ്പം നമ്മൾ നായരുടെ ആശ്രിതനുമാണ്, നായരൊക്കെ ബിസിനസ് പങ്കാളിയാണ്. നമ്മൾ ഈഴവൻ ഒരേപോലെ കച്ചവടക്കാരാണ്. അതിൻ്റെ പ്രശ്നം ഇപ്പം ഈഴവ ഒരു മുസ്ലിം ഒരു സാധനം കാണാൻ പറ്റും. അതാവിടുത്തെ പത്തില്ല, പല സ്ഥലങ്ങളുണ്ട് ചുറ്റും നോക്കിയാൽ. പക്ഷെ നല്ല ഫ്രണ്ട്സൊക്കെ ആയിരിക്കും. പക്ഷെ കച്ചവടക്കാർ തമ്മിലൊരു മത്സരമുണ്ട്. കച്ചവടക്കാർ തമ്മിലുള്ള മത്സരം ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിൽ ഉള്ള പ്രശ്നം ഈ മത്സരമാണ്. പക്ഷെ ഒരു ആന്റി ഹിന്ദു സ്ഥാനത്തിന് പുറത്താണ് UDF ഉണ്ടാകുന്നത്. നിലമേൽ ക്രിസ്ത്യാനികൾക്ക് ഒരു അടി കിട്ടി, നിലക്കൽ സമരത്തിൽ അടി കിട്ടി. അതുപോലെ തന്നെ ഈ ഷബാനു കേസ് വിഷയത്തിൽ വന്ന് CPM എടുത്ത നിലപാട്, അത്തരം വിഷയങ്ങളെടുത്ത് CPM എടുത്തുള്ള ഹാർഡായിട്ടുള്ള നിലപാടുകൾ. അപ്പോൾ CPM ഒരു ഹിന്ദു പാർട്ടിയായിട്ട് മാറി. കോൺഗ്രസ് UDF എന്നുള്ളത് ഒരു നായർ ക്രിസ്ത്യൻ മുസ്ലിം. പക്ഷെ അവിടെ ലീഗിന് ഇത്രയും ഇമ്പോർട്ടൻസ് കിട്ടിയ എന്തുകൊണ്ടാണ്? നായന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ്. അപ്പം അങ്ങനെ നിൽക്കുമ്പം ലീഗിന്റെ ഇത്തരം ചില നിലപാടുകൾ കൊണ്ട് 5-ാം മന്ത്രി ഇത് പിന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ സമയത്ത് ഉണ്ടായിരുന്ന കുറേ വിവാദങ്ങൾ, ഇതെല്ലാം കൊണ്ട് ക്രിസ്ത്യാനികളാകുന്നു. 5-ാം മന്ത്രി നിന്നപ്പോൾ നായരും ആകുന്നു. അതിന് ലീഗ് വലിയ വില കൊടുക്കേണ്ടി വന്നു. അതിന് ലീഗ് തിരിച്ചറിഞ്ഞിരിക്കുന്നു. നമ്മളൊക്കെ പണ്ടേ തന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. അതെ, ഇതിപ്പോ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു ശ്രമം ഉണ്ടായി അതിനകത്തേക്ക് അവര് ഒഴിഞ്ഞാൽ നോക്കി കുഞ്ഞാലിക്കുട്ടി സാഹിബ് സമ്മതിക്കില്ല. അങ്ങനെ ഭയങ്കര സെക്കുലറാണ്. പക്ഷെ ചിലരെങ്കിലും ഒക്കെ അവർ സ്വാധീനിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഷാജിയെ പോലുള്ള നേതാക്കളെയൊക്കെ അവർ സ്വാധീനിക്കുന്നുണ്ട്. ശുദ്ധ മലയാളം പറയുന്ന ലീഗുകാരെ സംശയിക്കണം. ശുദ്ധ മലയാളം വരുന്ന മലബാറിൽ വരുന്ന CPM വരെ സംശയിക്കണം. സംശയിച്ചേ പറ്റുള്ളൂ. കോൺഗ്രസ്സുകാരെ സംശയിക്കണം. അപ്പൊ ഇപ്പോഴത്തെ ലീഗിന്റെ ഒരു നിലപാട് കണ്ടിട്ട് കൊള്ളാം. ഇനി 5-ാം മന്ത്രി 6-ാം മന്ത്രി ചോദിക്കാതിരുന്നാൽ മതി. അല്ല, ഇതിനിടയിൽ പറഞ്ഞു കേട്ടു, അതായത് ആവശ്യപ്പെടില്ല ഉപമുഖ്യമന്ത്രി സ്ഥാനം, പക്ഷെ ഞങ്ങൾ അർഹരാണ് എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് പലരും അർഹരായിട്ടൊക്കെ തോന്നാം, പക്ഷെ ചോദിക്കാതിരിക്കാന്നുള്ള നിങ്ങളെ വിവേകമാണ്. അതെ, ഇല്ലെങ്കിൽ ഇനിയും സംഭവിക്കാൻ പോകുന്നത് ക്രിസ്ത്യാനികളാകൽ. ക്രിസ്ത്യാനികൾ ഇവിടെ നേടുന്ന ഡെമോഗ്രാഫിക് ഷിഫ്റ്റ് ആൻഡ് ഡെമോഗ്രാഫിക് ഡിസാസ്റ്റർ ഉണ്ട്. അവരുടെ പോപ്പുലേഷൻ വന്നുകൊണ്ടിരിക്കുക, ഉള്ളവർ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. ക്രിസ്ത്യാനികൾ മറ്റേ ബന്ധക്കോസ് എല്ലാം പോകും. അത് അവരിൽ പേടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പം പല വീടുകളും ഒഴിഞ്ഞു കിടക്കുകയാണ്. അപ്പം അവർക്ക് മുമ്പുണ്ടായ പ്രാധാന്യം ഇപ്പോൾ കേരള പൊളിറ്റിക്സിലില്ല, സമൂഹത്തിലില്ല എന്നുള്ള ഫീൽ അവർക്കുണ്ട്. നായന്മാരെ സംബന്ധിച്ചിടത്തോളം നായന്മാർ ഈ പറയുന്നതിൻ്റെ മാതിരി പണ്ടത്തെ പ്രതാപം മാത്രമേ ഉള്ളൂ, സാമ്പത്തികമായ ബുദ്ധിമുട്ട്. അതായത് കേരളത്തിൽ 50 വർഷം പുറകോട്ട് പോയത് ആരാന്ന് വെച്ചാൽ നായരാണ് പുറകോട്ട് പോയത്, സവർണനാണ് പുറകോട്ട് പോയത്. മുസ്ലിമും ക്രിസ്ത്യൻസ് അങ്ങനെ തന്നെ നിൽക്കുന്നു. മുസ്ലിംസും ഈഴവനും കയറി വന്നിട്ടുണ്ട്. എല്ലാ ഈഴവനും എല്ലാ മുസ്ലിം കയറിയാലും പൊതുവെ ഒരു മാറ്റമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ രണ്ട് കമ്മ്യൂണിറ്റിയും കൂടി അകന്നു കഴിഞ്ഞാൽ ഇവർക്ക് രണ്ടുപേരും BJP ആകാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. രണ്ടുപേരും സവർണരാണ്. അങ്ങനെ ആണെങ്കിൽ പിന്നെ നമ്മുടെ കാര്യം ബുദ്ധിമുട്ടിലാവും. അല്ല, അതിലേക്കാണ് ഞാൻ വന്നത്. ഇത്തരത്തിൽ ലീഗ് മുൻപ് ചെയ്ത കുറേയേറെ മിസ്റ്റേക്കുകൾ ആവർത്തിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ മറ്റൊരു ഷിഫ്റ്റിലേക്ക് കൂടി ധ്രുവീകരണത്തിലേക്ക് വരും. അത് മനസ്സിലായെന്ന് തോന്നുന്നു. ഇപ്പൊ ഏതാണ്ട് എടുക്കുന്ന നിലപാട് നമ്മളൊക്കെ നിലപാടല്ലേ. അത് ആത്മാർത്ഥമുള്ളതാണെങ്കിൽ അത് നല്ല നിലപാടാണ്. അതല്ലെങ്കിൽ ഈ ഇത് വരും. നായർക്ക് BJP ആയ എന്താണ് നഷ്ടം? നിങ്ങൾ പറയുന്ന സവർണ പാർട്ടി എന്നുള്ളതാണല്ലോ. ക്രിസ്ത്യാനിക്ക് BJP ആയ എന്താ നഷ്ടം? അവർ പറയുന്ന അവർ സവർണരാണെന്നല്ലേ. ഞങ്ങൾക്ക് ബിസിനസ് അവർ പ്രാക്ടീസ്. അവർ മുസോളിനി ആയിട്ട് വരെ സഖ്യം ഉണ്ടാക്കിയ ആളുകളാണ്. അവർ അവരുടെ കാര്യം അതായത് മുസോളിനി തള്ളിക്കളയും. അവർക്കറിയാം. അപ്പം അതുകൊണ്ട് ഇത് നമ്മുടെ സ്ഥാനം മനസ്സിലാക്കിയിട്ട് ജമാഅത്തെ ഇസ്ലാമിക്കാർ അതുണ്ട്. ജമാഅത്തെ ഇസ്ലാമിക്കാർ ഭരിക്കുന്ന ഈ രാജ്യത്ത് ഇവിടെ സ്ഥിതി സമത്വമുള്ളത്, അർഹിക്കുന്ന ഇമ്പോർട്ടൻസ് എവിടെ കൊടുത്തിട്ടുള്ളത്.
ഇല്ലല്ലോ. ഇന്ത്യയിൽ ഈ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ജനാധിപത്യ ലിബറലിസം ഉള്ളത് കൊണ്ട് നിങ്ങൾ ഇത് അവകാശം, ഇത് ഇസ്ലാമിസ്റ്റ് പോലും അല്ല, ഇത് ഇംഗ്ലീഷാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ അവകാശപ്പെടുന്നു. പക്ഷെ നമ്മുടെ ഉള്ളിൽ അങ്ങനെ സംവിധാനം ഇല്ലല്ലോ. അതെ, നമ്മുടെ ഉള്ളിൽ അങ്ങനെ സംവിധാനം ഇല്ല. അപ്പോൾ പിന്നെ നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിൽ അവകാശപ്പെടുന്നു? നിലവിലുള്ള സിസ്റ്റത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ആ സിസ്റ്റം നിൽക്കുന്ന ഭൂരിപക്ഷം ഹിന്ദു അതിനനുസരിക്കുന്നുണ്ടാണ്. പക്ഷെ ആ സിസ്റ്റത്തിന്റെ ലൂപ്പ് ഹോൾസ് ഉപയോഗിച്ചിട്ട് കൂടുതൽ ഷോ കാണിച്ചാൽ ഈ ഭൂരിപക്ഷത്തിന് സ്വഭാവം കാണിക്കും. അത് നിങ്ങൾ താങ്ങില്ല. എനിക്ക് തോന്നുന്നു BJP-യുടെ വളർച്ച കുറെ കൂടി വേഗത്തിലാക്കും അങ്ങനെയാണെങ്കിൽ. BJP അല്ല, RSSന്റെ വളർച്ചയ്ക്ക് ഗുണം ചെയ്യും. കേരളത്തിൽ BJP-നെ പറ്റി ആളുകൾക്ക് വലിയ മതിപ്പൊന്നുമില്ല. അത് കോൺഗ്രസിന്റെ ഒരു വേസ്റ്റ് കൈൻഡ് ഓഫ് ഇമിറ്റേഷൻ ആയിട്ടാണ് ആളുകൾ കാണുന്നത്. ഇമിറ്റേറ്റഡ് ഗോൾഡാണ്. RSS അങ്ങനല്ല. അപ്പോൾ അത് മറ്റാരെക്കാട്ടും മനസ്സിലാക്കേണ്ടത് മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്. മുസ്ലിങ്ങളെന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷത്തോട് ജീവിക്കുന്ന സ്ഥലം കേരളമാണ്. കേരളത്തിൽ എന്തുകൊണ്ട് ജീവിക്കുന്നു വെച്ചാൽ എല്ലാ കാലത്തും മുസ്ലിംസ് ഈ പൊതുസമൂഹത്തിന്റെ ഭാഗമായി നിൽക്കുന്നതുകൊണ്ടാണ്. മുസ്ലിംസ് ഏറ്റവും കഷ്ടപ്പെടുന്നത് എവിടെയാണ്? അറബ് രാജ്യങ്ങളും ആഫ്രിക്കയിലും ഒക്കെയാണ്. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? അവർ ഈ പറയുന്ന ഇസ്ലാമിസ്റ്റ് അജണ്ട കൊണ്ടുവന്നതുകൊണ്ടാണ്. ഇനി ആ അജണ്ട ഇങ്ങോട്ട് പറിച്ചു നട്ടാൽ ഇവിടെയും ദുസ്സഹമായി മാറും. ഓക്കെ, അതാണ് അവിടെ ഈ മുസ്ലിം ബ്രദർഹുഡിന്റെ ഒക്കെ. അല്ലെങ്കിൽ നിങ്ങൾ ഭരിക്കുന്ന രാജ്യങ്ങൾ ഈ പറഞ്ഞ സ്ഥിതി സമത്വമോ അവസര സമത്വമോ എല്ലാം ഉറപ്പുവരുത്തണം. ഒരു മുസ്ലിം കൺട്രിയിലും ഇന്ത്യയിലോ അല്ലെങ്കിൽ കേരളത്തിലുള്ള പോലെ ജനാധിപത്യ സംവിധാനമില്ല. നമ്മുടെ സ്ക്രിപ്റ്റോ അത് സമ്മതിക്കുന്നില്ല. മനസ്സിലായോ? നമ്മളെല്ലാം മതങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. പക്ഷെ അധികാരമൊക്കെ പങ്കുവെക്കുമ്പോൾ അതിൽ ആ ഒരു ജനാധിപത്യ ബോധമല്ല. അപ്പൊ ഈ ജനാധിപത്യ ബോധം ഇസ്ലാമിന്, നമ്മൾ മുസ്ലിങ്ങൾ ജനാധിപത്യം അംഗീകരിക്കുന്നില്ല, അത് ഇസ്ലാമിന് പുറത്താണ്. നമ്മൾ ഗോത്ര ജനാധിപത്യം അംഗീകരിക്കുന്നുണ്ട്, അതായത് ഇസ്ലാമിന് പുറത്താണ്. പക്ഷേ പുതിയ കണ്ടെത്താം, അങ്ങനെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് കണ്ടെത്താം, അങ്ങനെ സത്യത്തിലില്ല. ഓക്കെ, ഇത് സായിപ്പ് കൊണ്ടുവന്നുകൊണ്ട് കാത്തിരവും കാര്യമൊന്നുമില്ല. സായിപ്പ് കൊണ്ടുവന്ന പല സ്ഥലവും ആഫ്രിക്കയിലൊക്കെ നടപ്പിലാക്കിയില്ല. അവിടെ സിവിൽ വാറാണ്. ഉത്തരേന്ത്യ ഇതേപോലെ നടപ്പിലാവുന്നില്ല. എന്തുകൊണ്ട് കേരളത്തിൽ നടക്കുന്നത്? സവിശേഷമായ സാഹചര്യം കൊണ്ടാണ്. പക്ഷെ ഞാൻ ഒരു സംശയം ഇപ്പോഴും മനസ്സിൽ എന്നെ അലട്ടുന്നൊരു സംശയമുണ്ട്. അതായത് കേരളത്തിൽ മുസ്ലിം വോട്ടുകൾ എൻ ബ്ലോക്കായി UDF-ലേക്ക് പോകുന്നു എന്നൊരു ഒരു പ്രചാരണം ഉണ്ടായിരുന്നു, ഒരു സംസാരം ഉണ്ടായിരുന്നു, ചർച്ചയുണ്ടായിരുന്നു. അങ്ങനെയല്ലത്. ഇനി എലീറ്റ് മിഡിൽ ക്ലാസ് മുസ്ലിം ഇസ്ലാമിസ്റ്റ് വോട്ടുകളൊക്കെ UDF-ലേക്ക് പോയിട്ടുണ്ട്. എന്നാൽ താഴെത്തട്ടിലുള്ള പാവപ്പെട്ട മുസ്ലിം വോട്ടുകൾ LDF-നൊപ്പം തന്നെയാണ് ഇപ്പോഴും. അതാണ് ഈ PDP, ഈ നമ്മൾ STP എന്നുള്ള പാർട്ടി, അത് പറയുമ്പോൾ ഒരു ഇസ്ലാമിസ്റ്റ് പാർട്ടിക്ക് ആണെങ്കിൽ പോലും അവരുടെ അനുയായികൾ ഭൂരിപക്ഷം ചെറിയ ചെറിയ ജോലികൾ ചെയ്യുന്ന വഴിയോര കച്ചവടക്കാരും ഉന്തുവണ്ടിക്കാരും ഒക്കെയാണ്. അവർ ഈ ഇസ്ലാമിസ്റ്റ് അജണ്ട കണ്ടിട്ടൊന്നല്ല. STP അവരെ ഫണ്ട് ചെയ്യും. പിന്നെ അവർക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവർ രംഗത്ത് വരും. പിന്നെ അവരുടെ ബ്രോക്കർമാരായിട്ട് രാഷ്ട്രീയക്കാരായിട്ട് വിലപേശും. അതുകൊണ്ടാണ് അവർ STP-യിൽ നിൽക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ആളുകൾ പൊതുവെ അവർ ഇസ്ലാമിൻ്റെ തന്നെ ഒരു രണ്ടാമത്തെ വിഭാഗമാണ്, ഒന്നാമത്തെ വിഭാഗമല്ല. നമ്മൾ ഈ പറയുന്ന ഡിവൈഡ് ഇല്ലെങ്കിൽ പോലും താഴെത്തട്ടിലുള്ള ഇത്തരം മുസ്ലിംസ് എന്ന് വെച്ചാൽ നമ്മളുടെ കൂട്ടത്തിൽ രണ്ടാം കിടക്കാരെ കരുതുന്ന ആളുകളാണ്. അപ്പം അവരെ സപ്പോർട്ട് എനിക്ക് തോന്നുന്നില്ല UDF-നായിരിക്കും. കാരണം അവരെ കാര്യങ്ങൾ ശിവൻകുട്ടിനെ പോലുള്ള ആളുകൾ വളരെ കൃത്യമായി നടപ്പിലാക്കി കൊടുക്കുന്നുണ്ട്, മാന്യമായ കാര്യങ്ങൾ നടപ്പിലാക്കി കൊടുക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് എൻ ബ്ലോക്ക് മുസ്ലിം വോട്ട് അങ്ങോട്ട് പോയി എന്ന് കരുതേണ്ടതില്ല. എന്നാൽ മധ്യവർഗം എല്ലാവരും കേരളത്തിൽ മധ്യവർഗമാണ്. എന്നാൽ മിഡിൽ ക്ലാസ്, അപ്പർ കാസ്റ്റ് മുസ്ലിം വോട്ടുകൾ ഇങ്ങോട്ട് പോയിട്ടുണ്ട്, UDF-ലോട്ട് പോയിട്ടുണ്ട്. അത് കൂടുതൽ പോയിട്ടുണ്ട് മുമ്പുള്ള പോലെ. പക്ഷേ അതിനിടയ്ക്ക് വന്നിട്ടുള്ള കുറേ യങ്സ്റ്റേഴ്സ്, ഈ അടിസ്ഥാന വർഗത്തിലെ മുസ്ലിങ്ങൾ, അവരുടെ വോട്ട് CPM-ന്റെ കൂടെയാണ്. കാരണം പിണറായി അവരെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവർക്കൊരു പ്രശ്നം വന്നാൽ അവർ STP-ക്കാരൻ ഒരു കേസ്, ഒരു പോലീസ് സ്റ്റേഷനിൽ കേസ് കെട്ടി കഴിഞ്ഞാൽ അവനൊരു പരിഗണന കിട്ടില്ല. പക്ഷെ അത് ഒരു CPM-ന്റെ നേതാവിൻ്റെ ഒരു സപ്പോർട്ട് കൂടി ഉണ്ടാകുമ്പോൾ അയാൾക്കൊരു വില കിട്ടുന്നുണ്ടാവും. അത് വെച്ചാൽ STP കോംപ്രമൈസ് ചെയ്യുന്നതല്ലേ വിഷയം. STP-ക്കാരനും തെറ്റായ കാര്യങ്ങളാൽ ചിലപ്പം ഫ്രെയിം ചെയ്യപ്പെടാം. അപ്പം അത്തരം വിഷയങ്ങൾ പാർട്ടി ഇടപെടും. അത് പിന്നെ STP-ക്കാരാണെന്ന് വിചാരിച്ചിട്ട് ഒരു അനീതി പാർട്ടി കാണിക്കുന്നു തോന്നുന്നു. മാത്രമല്ല പിന്നെ അവിടെ ഇലക്ടറൽ പൊളിറ്റിക്സിൻ്റെ ഗെയിമും ഉണ്ടാവും. ജാതി അടിസ്ഥാനത്തിൽ വോട്ടുകളുടെ ഒരു പോളറൈസേഷൻ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു അനാരോഗ്യകരമായിട്ടുള്ള ഒരു പ്രവണത വന്നുകൊണ്ട് പണ്ടേ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് കുറേ സ്ട്രോങ് ആയി വെളിച്ചത്ത് വന്ന ഒരു വിഷയമായിട്ടത് മാറിയിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായി കേട്ടുകൊണ്ടിരിക്കുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത് ഈഴവ വോട്ടുകളുടെ ഒഴുക്കാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി എന്ന് പറയുന്നത് CPM തന്നെയാണ് ഇപ്പോൾ. അവിടെ നിന്നും ഈഴവ വോട്ടുകൾ BJP-യിലേക്ക് പോകുമ്പോൾ അത് BJP-ക്ക് കരുത്ത് കൊടുക്കുന്നു, CPM-നെ ദുർബലമാക്കുകയും ചെയ്യുന്നു. കേരളത്തിലെ സാഹചര്യം
ഇനി അങ്ങോട്ട് ഏത് തരത്തിലായിരിക്കും ഈ വോട്ടുകളുടെ ഷിഫ്റ്റുകൾ സംബന്ധിച്ച് നമുക്ക് പറയാൻ എന്തെങ്കിലും ഒരു ഇൻറ്റ്യൂഷൻ കിട്ടുന്നുണ്ടോ? ഈഴവ വോട്ടുകൾ ഇനി ഏത് തരത്തിൽ ഷിഫ്റ്റ് ആകും എന്നുള്ളത് സംബന്ധിച്ച്. ഈഴവർ വെറുതെ അങ്ങോട്ട് കമ്മ്യൂണിസ്റ്റ് ആയതല്ല. നവോത്ഥാന പ്രസ്ഥാനം വന്ന് ഈഴവർക്ക് വിവരം വന്നു. വിവരം വന്ന സമയത്ത് പൽപ്പൂനെയൊക്കെ പോലെയുള്ള ഈ ബ്രാഹ്മണ ഈഴവന്മാർ അവർ കോൺഗ്രസിന്റെ കൂടെ വന്നു. വേദാരവിനെ പോലുള്ള പാവപ്പെട്ട ഈഴവന്മാരുടെ കാര്യം പറയാൻ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവർക്ക് വേണ്ടി ഭൂപരിഷ്കരണം പോലുള്ള കാര്യങ്ങൾ നടപ്പിലാക്കി കൊടുത്തത് CPM ആണ്. അതുകൊണ്ടാണ് ഇവർ CPM-ന്റെ പിന്നാലെ നിൽക്കുന്നത്. മാത്രമല്ല അതുകൊണ്ടാണ് CPM-ന്റെ ശക്തി അത് തന്നെയാണ്. കാരണം ഈ പാവപ്പെട്ട ഈഴവനൊന്നും നഷ്ടപ്പെടാനില്ല. അതുകൊണ്ട് അവൻ തല്ലാൻ പോകും. ഈ തല്ലാണ് CPM-നെ കേരളത്തിൽ വളർത്തിയല്ല. EMS-ന്റെ ബുദ്ധിജീവിതത്തിലൊന്നും അത്രയൊന്നുമല്ല. അത് നമ്മളെപ്പോലുള്ള ആളുകൾ സഹകരിക്കും. പണ്ടത്തെ ആ ഒരു നിലപാടിന് നമുക്ക് സർവൈവലിന് വേണ്ടിയുള്ള ഒരു തൻ്റെ ഇടമെന്ന് പറയാം. പക്ഷെ ഇന്നത് മറ്റുള്ളവനെ ആക്രമിക്കുന്ന തരത്തിലുള്ള ഒരു ഗുണ്ടായുസമായി മാറുന്നത്. അല്ല, അത് പാർട്ടി ആ രീതിയിൽ KSUക്കാരനെ തല്ലാൻ വേണ്ടിയിട്ട്, RSSനെ തല്ലാൻ വേണ്ടിയിട്ട് അങ്ങനെ അത് മാറ്റിയെടുത്തു. ആദ്യ കാലഘട്ടത്തിൽ ഈ തല്ലിന് ഈ പാർട്ടി നയിച്ചിരുന്നത് ബോധം വീരമുള്ള നേതാക്കന്മാരായിരുന്നു. ഈ തല്ല് അവർ ഉപയോഗിച്ചിരുന്നു കാര്യത്തിന്. പക്ഷെ അതിനെ തല്ല് മാത്രമായിരുന്നു. മാത്രമല്ല പാർട്ടിക്ക് ഒരു പ്രത്യയശാസ്ത്രപരമായ കെട്ടുറപ്പുണ്ടായിരുന്നു. അന്നത്തെ കാലഘട്ടത്തിന് അത് ആവശ്യമായിരുന്നു. പക്ഷെ പാർട്ടി സെറ്റപ്പ് അങ്ങനെ നിൽക്കുകയും ഇഴവ സമൂഹമൊക്കെ കുറെ മുന്നോട്ട് വരികയും ഒക്കെ ചെയ്ത സമയത്ത് പാർട്ടി ചെയ്യേണ്ട ക്രൈസിസ് ഉണ്ട്. അധികാരത്തിൽ പിന്നെ ഇഴവരെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് പറ്റില്ല. അപ്പം പാർട്ടി എന്ത് ചെയ്തു വെച്ചാൽ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളുടെ ഇടയിലൊക്കെ ഔട്ട്റീച്ച് നടത്തി ഉള്ള നായന്മാർ ഒഴിവാക്കുകയും ചെയ്തു. അപ്പം നായന്മാരില്ലല്ലോ, നായന്മാർ ആ പാർട്ടിയിൽ ലീഡർഷിപ്പ് കാര്യമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്ന സമയത്ത് എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ഈഴവര് ഒഫൻഡഡായി. അതുവരെ അപ്പുറത്തും ഇപ്പുറത്തും തിരിഞ്ഞു നടന്ന മുസ്ലിം സ്ഥാനാർത്ഥിയായി വരുന്നു, ഈഴവ രേഖപ്പെടുന്നു. രണ്ട് ഈഴവരുടെ ഇടയിൽ വലിയൊരു ഐക്കണാണ് ഗൗരിയമ്മ VS ഒക്കെ. പിണറായി അങ്ങനെ ഐക്കണായി മാറി. ഒന്ന് ഇയാൾ തീയനാണ്, പിന്നെ രണ്ട് ഈഴവനായ VSനോടെതിരെ ഫൈറ്റ് ചെയ്ത ഒരാൾ എന്നുള്ള. അത് പിണറായി പാർട്ടിയിൽ ആധിപത്യം സ്ഥാപിച്ചതിന് ജനമനസ്സിൽ ഈഴവന്മാരുടെ ഇടയിൽ ആ സാധനം കിടന്ന് കളിക്കുന്നുണ്ട്. വെള്ളാപ്പള്ളി പിന്നെ അധികാരമുള്ളതുകൊണ്ട് അംഗീകരിക്കും ഈ ഒരു പ്രശ്നം കിടക്കുന്നുണ്ട്. നമ്മൾ ഈ മാറിയ സാഹചര്യത്തിൽ ഈ ഈഴവ തീയ ഇവർ രണ്ടേ ഒരു ഇതാക്കി കാണാൻ പറ്റില്ല. ഈ തീയന്മാർ അംഗീകരിക്കില്ല. എങ്ങനെ അറിഞ്ഞൂടെ തീയന്മാരാ മലബാറിലേക്ക് വരുമ്പോൾ അത് അംഗീകരിക്കില്ല. അതൊക്കെ പറയാനേ പറ്റുള്ളൂ. അല്ല, നമ്മുടെ ഈ കഴിഞ്ഞ ചർച്ചകളിലൊക്കെ തന്നെ ചിലർ കമന്റ് ഇടുന്ന കണ്ടോ, ഈ ഈഴവനും തീയനും ഒന്നാണെന്നറിയില്ലേ എന്നൊക്കെയാണ് ചിലരൊക്കെ ചോദിക്കുന്നത്. നടക്കുന്ന ഈ ഈഴവന് തീയനും അവര് അങ്ങനെ ഒന്നാന്നും പറയാൻ പറ്റില്ല. അതിൽ ഏതാണ്ട് അവരുടെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്, ഒരുപാട് ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ബ്രിട്ടീഷുകാരെ ഈ പറയുന്ന മറ്റേ സാധനം സെൻസസ് കൊണ്ടുവന്നപ്പോൾ എല്ലാവരും കൂടി ഈ പറയുന്ന സെക്ഷനിലും കൂടി ഒരുമിച്ചെടുത്ത് ആക്കിയതാണ്. നിങ്ങൾ മലയാളം തീയന്മാരോട് ചോദിച്ചു നോക്കുക, അവർ രഹസ്യം അതിന്റെ അംഗീകരിച്ചില്ല. അവര് അല്ല, അത് അവരുടെ റെക്കോർഡ്സിലൊക്കെ തീയ എന്ന് തന്നെയാണ് എഴുതുന്നത്. അവര് വെള്ളാപ്പള്ളി പണ്ട് ഇരിക്കുന്നു കോഴിക്കോട് ഒരു ബോർഡ് വെച്ചിട്ട് ഈഴവ തീയ സംഗമം എന്ന് തോന്നുന്നു. വലിയ പ്രോബ്ലം ആയിരുന്നു. തിരിച്ചു എഴുതാൻ പറഞ്ഞു, തീയ ഈഴവ സംഗമം എന്നാക്കാൻ പറഞ്ഞു. വെള്ളാപ്പള്ളി അവിടെയൊക്കെ ഔട്ട്റീച്ച് നടത്താൻ നോക്കി, നടന്നിട്ടില്ല. കാരണം വെച്ചാൽ വെള്ളാപ്പള്ളിന്റെ അടുത്തുള്ള ഒരു ഹോൾഡ് എന്ന് വെച്ചാൽ ഈ കുടിയേറ്റ ഈഴവന്മാരുടെ ഏരിയകൾ മാത്രമേ ഉള്ളൂ. തീയന്മാരുടെ ഇടയിൽ വെള്ളാനി വെള്ള ഈ അധീനമൊന്നുമില്ല. പിന്നെ ഗോപാലേട്ടൻ്റെ ഇടയിലായ സാധ്യത, പിന്നെ അവർ അടിച്ചു പിരിയുകയും ചെയ്തു. ഏറ്റവും നല്ല ഉദാഹരണം അതാണ്. ഗോപാലേട്ടനും വെള്ളാപ്പള്ളിയാണ് ഏറ്റവും നല്ല ഉദാഹരണം. കല്യാണം പോലും ബുദ്ധിമുട്ടാണ്. ശരി, അല്ലെ ഈഴന്മാരെ കണ്ട് കൂടിയ ഐറ്റമാണ് തീയന്മാരെന്നാണ് അവർ പൊതുവെ പറയുന്നത്. അവർക്ക് ഒന്ന് രാജവംശമൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ അങ്ങനെയുള്ള കാര്യമുണ്ട്. അപ്പൊ അതാണ്, അങ്ങനെയുള്ള വ്യത്യാസങ്ങളുണ്ട്. ഇന്നലെ വന്നവൻ എന്തായിരുന്നു അറിയില്ലല്ലോ. അപ്പം ഇതാണ് അതിന്റെ കാര്യം. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാല്, അപ്പം ഇങ്ങനൊരു പ്രശ്നം സമയത്താണ് BJPക്കാർ ഹിന്ദുക്കൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നു എന്നുള്ളൊരു ഫീൽ ഉണ്ടാക്കുന്നു. മാത്രമല്ല അവരുടെ പ്രധാനപ്പെട്ട ശത്രു മുസ്ലിമാണ്. ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും വെച്ച് നോക്കുമ്പോൾ ഈഴവന്റെ സോഷ്യൽ മൊബിലിറ്റി അത്ര സ്പീഡിലല്ല. നായരാണ് കുത്തനെ താഴോട്ടും പോയിട്ട്. സത്യത്തിൽ ഇവിടുത്തെ സവർണയുടെ കാര്യം ഇപ്പോൾ ഭയങ്കര കഷ്ടമാണ്. നിങ്ങൾ എന്തുകൊണ്ടൊരു സർവേ നടത്തിയിട്ട്, ഈ മുന്നോക്ക കമ്മീഷൻ ഉണ്ടല്ലോ അവിടെ, എന്തുകൊണ്ടാണ് സർവേ നടത്തിയിട്ട് മുന്നോക്കക്കാരൻ്റെ പിന്നോക്ക അവസ്ഥ ശരിക്കും മനസ്സിലാക്കാത്തത്? ഈ സണ്ണിയൻ കവിക്കാടൊക്കെ വന്ന് ദളിതന്റെ പ്രശ്നങ്ങളും OBCന്റെ പ്രശ്നം, ഈ നായന്മാരുടെയും ഈ നമ്പൂരിമാരുടെ ഒക്കെ അവസ്ഥ നിങ്ങൾ അറിയാൻ എന്താണ്? അതാണ് എന്റെ പ്രശ്നം. അപ്പൊ അത് ഒരു വലിയ വിഷയമാണ്. എന്നിട്ട് നായരെയും ഈഴവരെയും ശത്രുവാക്കി നിർത്താൻ അവർ നോക്കുകയും ചെയ്യും. എങ്കിലും ഒരു അജണ്ട നടക്കുള്ളൂ. എന്നാൽ കേരള രാഷ്ട്രീയം വളരെ വലിയ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഒരു 10 വർഷം കഴിയുമ്പോൾ നമ്മൾ ഈ രീതിയിൽ ഇവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം ഇതായിരിക്കില്ല. അതായത് ഏറ്റവും പ്രബല പാർട്ടി ഇന്നത്തെ പ്രബല പാർട്ടി ആയിരിക്കില്ല എന്നൊക്കെയാണ് നിരീക്ഷകർ പറയുന്നത്. അതിൻ്റെ ഘടനാപരമായിട്ടുള്ള മാറ്റമുണ്ടാകും, കരുത്തിൻ്റെ കാര്യത്തിലും വലിയ മാറ്റമുണ്ടാകും. അങ്ങനെ വലിയൊരു പരിഷ്കരണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാഷ്ട്രീയ രംഗം. ഇവിടെയാണ് നമ്മൾ ലീഗിൻ്റെ പ്രസക്തിയെക്കുറിച്ചും അവരുടെ വളർച്ചയെക്കുറിച്ചും ചർച്ച ചെയ്തത്. ലീഗിൻ്റെ ഇനിയുള്ള നിലപാട് വളരെ നിർണായകമായിരിക്കും. അവരുടെ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രസ്താവനകൾ, പ്രഖ്യാപനങ്ങൾ, ഡിമാൻഡുകൾ, ഇതെല്ലാം വളരെ വളരെ നിർണായകമായിരിക്കും. അത് പരിധി വിടുന്നു എന്ന്, അതായത് 5ാം മന്ത്രിസ്ഥാനം
ഉദാഹരണമാക്കി പറയുകയാണ്. അതിന് സമാനമായിട്ടുള്ള രീതിയിലേക്ക് അവർ പോവുകയാണ് എന്നുണ്ടെങ്കിൽ മറ്റ് വിഭാഗങ്ങളെല്ലാം ഒത്തുചേർന്നുകൊണ്ട് വളരെ ശക്തമായ മറ്റൊരു രാഷ്ട്രീയ മുന്നേറ്റത്തിന് വഴിയൊരുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അവിടെ വലിയ റിസൾട്ട് സ്വന്തമാക്കുക BJP ആയിരിക്കും, അല്ലെങ്കിൽ RSS ആയിരിക്കും എന്നുള്ളതും ശ്രീ ഫക്രുദ്ദീൻ അലി പറഞ്ഞു വെക്കുകയാണ്. വളരെ പ്രസക്തമായ ഒരു നിരീക്ഷണമാണ് ഇത്. വളരെയധികം നന്ദി ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിന്റിന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡ് കാണാം നമുക്ക്. നമസ്കാരം.